നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരു പപ്പട ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. നമുക്കിത് ചോറിനോടൊപ്പവും ദോശയോടൊപ്പവും ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ വറ്റൽമുളക് ആവശ്യമുണ്ട്. ഞാൻ 6 ചെറിയ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മീഡിയം വലുപ്പത്തിലുള്ള 6 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഞാനിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി മാത്രമേ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. ഒരു ചെറിയ കഷ്ണം വാളൻപുളിയും അല്പം കറിവേപ്പിലയും 3 പപ്പടവും പിന്നെ കുറച്ച് ഉപ്പുമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേരിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ചമ്മന്തിയിലേക്കുള്ള പപ്പടം വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ ചെറിയ പാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോന്നായി വറുത്തെടുക്കാം. ഇനി ഞാൻ ഈ എണ്ണയിലേക്ക് തന്നെ എടുത്തു വച്ചിട്ടുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഉള്ളി, പുളി, നുറുക്കി വെച്ച ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റാം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ പാകത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എല്ലാം ഒന്ന് തടഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് അരച്ചെടുക്കാം. അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച പപ്പടം കൈകൊണ്ടൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തരിതരിപ്പായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.